പറയുന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പറയണോ? നിങ്ങൾക്കറിയില്ലേ, രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ജോലിയെടുത്ത് ക്ഷീണിച്ച മനുഷ്യൻ വൈകുന്നേരം അതാ കുളിച്ച് വൃത്തിയായി അവനൊന്ന് അങ്ങാടിയിലൊക്കെ പോയി വീട്ടിലേക്ക് വന്ന് ചെറിയ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും നല്ലത് നേരത്തെ തന്നെ കഴിക്കുന്നതാണ്. രാത്രി 11 മണി 12 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ മെഡിക്കൽ കോളേജിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ഉണ്ടായിരുന്നു എന്റെ സമീപത്ത്. നല്ല ദീനീബോധമുള്ളൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച സംഖ്യകളൊക്കെ അദ്ദേഹം തന്നു. പലപ്പോഴും വളരെ പ്രശ്നമുള്ള സർജറികൾ നടത്തിയിട്ട് തൊണ്ടയിൽ നിന്നും അതുപോലെ മറ്റവയവങ്ങളിൽ നിന്നൊക്കെ പലതും പുറത്തെടുത്താൽ എനിക്ക് വാട്സപ്പിൽ ഇട്ട് കാണിച്ചു തരാറുണ്ട്. അദ്ദേഹം നല്ല ബുദ്ധിമാനായ യോഗ്യനായ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ അതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, ഭക്ഷണം കഴിയുന്നതും നേരത്തെ തിന്നുകളയണം. ഞാൻ ചോദിച്ചു, കുറച്ചങ്ങ് വൈകിയാൽ എന്താണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർക്ക് പല ദോഷങ്ങളുണ്ട്, അതിലൊരു ദോഷമാണ് നിങ്ങളെ സൗണ്ടിന് പ്രശ്നം വരും. ഞാൻ ചോദിച്ചു, കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ആ സൗണ്ടിന് എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, നമ്മൾ കഴിച്ച ഭക്ഷണം അത് ദഹിച്ചതിന് ശേഷമേ നമ്മൾ കിടക്കാവൂ. അതിനു മുമ്പ് നമ്മൾ കിടന്നാലോ ആ ഭക്ഷണം ഇങ്ങനെ വയറ്റിൽ വെച്ച് ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടാകുമ്പോൾ മേലോട്ട് തേക്കി വരും. അത് തൊണ്ടയിലെത്തിയാൽ അവിടെ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളെത്തും നമ്മൾ അറിയാതെ. അതിന്റെ പേരിൽ തൊണ്ടക്കസുഖം വരും. നിങ്ങളുടെ സൗണ്ടിന് വരെ കേടുവരും. ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. അതുകൊണ്ടെന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക. പാതിരാ സമയത്തല്ല ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള കന്നുകാലികളൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ചു വന്നിട്ട് മഗ്രിബിന്റെ ശേഷം അത് തേക്കിയരക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? ദഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാ നടത്തുന്നത്. ഓ മുഅ്മിനീങ്ങളെ, കുറെ വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഒരുപാട് രോഗങ്ങൾക്കത് കാരണമാണ്. ആശുപത്രികളിൽ എവിടെ ചെന്നാലും കൂടുതലും മുസ്ലിം സ്ത്രീകളെയാണ് കാണുന്നത്, മുസ്ലിം പുരുഷന്മാരെയാണ് കാണുന്നത്. അതിന്റെ പ്രധാന കാരണം ഭക്ഷണത്തിന് യാതൊരു ക്രമീകരണവും ഇല്ലാത്തതാണ് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നമ്മളെ ക്യാഷ് മുഴുവനും ആശുപത്രിയിൽ കൊടുക്കാനുള്ളതല്ലല്ലോ. ഇനി അങ്ങനെ ക്യാഷ് കൊടുത്താൽ തന്നെയും രോഗത്തിന്റെ ബുദ്ധിമുട്ട് നമ്മൾ തന്നെ സഹിക്കേണ്ടതുണ്ടല്ലോ. ആരോഗ്യം നശിച്ചാൽ അതിന്റെ ദൂഷ്യം നമുക്ക് തന്നെയല്ല. അതുകൊണ്ടല്ലേ ഖുനൂത്ത് ഓതുന്ന സമയത്ത് പോലും അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ സന്മാർഗത്തിലാക്കിയ മഹാന്മാരുടെ കൂടെ എന്നെയും സന്മാർഗത്തിലാക്കണേ. രണ്ടാമത് ചോദിക്കുന്നത് എന്താണ്? ഒന്നാമത് ചോദിച്ചത് ഈമാനാണ്, ഹിദായത്താണ്. കാരണം അതില്ലെങ്കിലോ